അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നാമ ഗുണ വിശേഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം സംസാരിച്ചത്. എന്നാൽ ഈ നാമങ്ങൾ നിർണിത എണ്ണത്തിൽ ക്ലിപ്തപ്പെടുത്തുകയോ നിശ്ചിത പരിധിയിൽ ഒതുക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നതായി കാണാം: അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവലക് സമ്മൈത ബിഹി നഫ്സക് ഔ അൻസൽതഹു ഫീ കിതാബിക് ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക് ഔ ഇസ്തഗ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക്. നിനക്കുള്ളതായ, നീ സ്വന്തത്തിന് നൽകിയതായ, നിന്റെ അടിമകളിൽ ആർക്കെങ്കിലും അറിയിച്ചു നൽകിയതോ, നിന്റെ കിതാബിൽ വേദഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചതോ, നിന്റെ അദൃശ്യജ്ഞാനത്തിൽ നീ തിരഞ്ഞെടുത്തതോ ആയ എല്ലാ നാമങ്ങൾ കൊണ്ടും ഞാൻ ചോദിക്കുന്നു. ഇവിടെ അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും മുൻനിർത്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നത്. നിന്റെ അദൃശ്യജ്ഞാനത്തിൽ നീ തിരഞ്ഞെടുത്തതോ ആയ എല്ലാ നാമങ്ങൾ കൊണ്ടും എന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അദൃശ്യജ്ഞാനത്തിൽ നിന്നും അള്ളാഹു വെളിവാക്കിയിട്ടില്ലാത്ത ചില നാമങ്ങൾ കൂടിയുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിന് അവൻ മാത്രം അറിയാവുന്ന എണ്ണം നാമങ്ങളുണ്ട് എന്ന് ചുരുക്കം. മഹാനായ ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാ പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ നാമങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 വിഭാഗങ്ങളാക്കി. ഒരു വിഭാഗം കൊണ്ട് അള്ളാഹു തനിക്ക് പേര് വെക്കുകയും താൻ ഉദ്ദേശിക്കുന്ന മലക്കുകൾക്കും അല്ലെങ്കിൽ അവരല്ലാത്തവർക്കും അത് വെളിപ്പെടുത്തുകയും ചെയ്തു. മറ്റൊരു വിഭാഗം കൊണ്ട് തൻ്റെ കിതാബിൽ അവൻ അവതരിപ്പിക്കുകയും തൻ്റെ ദാസന്മാരെ അറിയിക്കുകയും ചെയ്തു. മൂന്നാമത്തെ വിഭാഗം തൻ്റെ അദൃശ്യജ്ഞാനത്തിൽ അവൻ തനിക്ക് പ്രത്യേകമാക്കിയതാണ്. അവൻ തൻ്റെ പടപ്പുകളിൽ ഒരാൾക്കും അത് അറിയിച്ചു കൊടുത്തിട്ടില്ല. ഇതാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ. നിശ്ചിത എണ്ണത്തിൽ പരിമിതപ്പെട്ടതല്ല. അള്ളാഹു അവൻ്റെ അദൃശ്യജ്ഞാനത്തിൽ ആർക്കും വെളിവാക്കി കൊടുക്കാത്ത ചില നാമങ്ങൾ കൂടി അള്ളാഹുവിനുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അള്ളാഹുവിന് ധാരാളം നാമങ്ങളുണ്ട് എന്നും അവർ നിർണിത എണ്ണത്തിൽ ക്ലിപ്തപ്പെടുത്തുകയോ നിശ്ചിത പരിധിയിൽ ഒതുക്കപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ 99 നാമങ്ങൾ ഇഖ്സാ ചെയ്ത്, അഥവാ അവയെ സൂക്ഷിച്ചു പഠിക്കുന്നതിന് പ്രത്യേകം പുണ്യവും ശ്രേഷ്ഠതയുമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി: ഇന്ന ലില്ലാഹി 99 ഇസ്മ മിഅ ഇല്ലാ വാഹിദൻ മൻ അഹ്സാഹ ദഖലൽ ജന്ന. തീർച്ചയായും അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്, 100-ൽ 1 കുറവ്. ആരെങ്കിലും അവയെ ഇഖ്സാ ചെയ്താൽ, അഥവാ ക്ലിപ്തപ്പെടുത്തിയാൽ, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഈ ഹദീസിൽ അള്ളാഹുവിന് 99 നാമങ്ങൾ ഉണ്ട് എന്നല്ലാതെ 99 നാമങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പ്രസ്താവിച്ചിട്ടില്ല. കാരണം അങ്ങനെയായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ 99 ആകുന്നു എന്നാണ് ഹദീസിൽ വരേണ്ടിയിരുന്നത്. എന്നാൽ ഹദീസ് അറിയിക്കുന്നത് ഇഖ്സാ ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിക്കാവുന്ന 99 നാമങ്ങൾ അള്ളാഹുവിനുണ്ട് എന്നുള്ളതാണ്. വല്ലവനും അവയെ ഇഖ്സാ ചെയ്താൽ എന്ന മൊഴി സ്വതന്ത്രമായ ഒരു വചനമല്ല, പ്രത്യുത മുൻ വചനത്തിൽ നിന്നുള്ള വിശേഷണമാണ്. സഹോദരന്മാരെ, ഈ വിഷയ സംബന്ധമായി ഇമാം നവവി റഹ്മഹുല്ല പറയുകയുണ്ടായി, ഈ ഹദീസിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അഥവാ 99 നാമങ്ങൾ മാത്രമേ ഉള്ളൂ എന്നില്ല എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു. ഇനി നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇഖ്സാ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇക്സാഹ് ചെയ്ത് 99 നാമങ്ങൾ ഇക്സാഹ് ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഹദീസിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ നാമങ്ങൾ ഇക്സാഹ് ചെയ്യുക, ക്ലിപ്തപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാനായ ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞു, അവ 3 മർത്തബകളിലാണ് ഉള്ളത്. ഒന്ന് ഇക്സാഹു അൽഫാലിഹ വ അദദിഹ, അവ എണ്ണി തിട്ടപ്പെടുത്തുകയും പഠിച്ച് മനഃപ്പാടമാക്കുകയും ചെയ്യുക. 2 ഫഹ്മു മആനിഹ വ മദ്ലൂലിഹ, അവയുടെ അർത്ഥവും ആശയവും തേട്ടവും അറിയുക. 3-ാമത്തേത് ദുആഉല്ലാഹി സുബ്ഹാനഹു വ തആല ബിഹ വ തഅബ്ബുദു ബി മുഖ്തലാഹ, അവ കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ആരാധിക്കുകയും ചെയ്യുക എന്ന് മഹാനായ ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാഹ് പറയുകയുണ്ടായി. മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ലാഹ് പറഞ്ഞു, ആ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ ഗ്രഹിക്കുകയും അവയെക്കുറിച്ച് ബോധവാനായിരിക്കുകയും ചെയ്യുക എന്നത്രേ അവയെ സൂക്ഷിച്ചു പഠിക്കുക എന്നതിൻ്റെ താല്പര്യം. അതല്ലാതെ ചിലർ ധരിച്ചു വശായതുപോലെ ആ പേരുകൾ മനഃപ്പാടമാക്കി വെച്ച് ഉരുവിടുക എന്നുള്ളതല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ നാം അറിയുകയും ഈ 99 നാമങ്ങൾ പഠിച്ച് മനഃപ്പാടമാക്കി അവയുടെ ആശയും തേട്ടവും അറിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ആരാധിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.